Dear students, ഒരു പ്രൊജക്റ്റിനെ കുറച്ച് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ പറയാൻ. ഒരു പ്രൊജക്റ്റ് ടൈം പ്ലാൻ സബ്മിറ്റ് ചെയ്യണം നെക്സ്റ്റ് മൺഡേ, അതായത് 11-ാം തീയതി സബ്മിറ്റ് ചെയ്യുക. അതിനകത്ത് ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് വർക്ക് ഞാൻ കുറച്ച് സെക്ഷനാക്കി കുറച്ച് ഇതായിട്ട് ഓരോരോ ലെവലിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഒന്ന് സ്റ്റഡി നടത്തുക. പിന്നെ ആ സ്റ്റഡീൻ്റെ ബേസ് ചെയ്തിട്ട് ഈ നെക്സ്റ്റ് ഫ്രൈഡേ അല്ല അതിൻ്റെ അടുത്ത ഫ്രൈഡേ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു PPT പ്രസൻറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് ഒരു PPT പ്രസൻറ്റ് ചെയ്യണം. പിന്നെ പർച്ചേസിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ എസ്റ്റിമേറ്റ്, കോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് ചെയ്യാണ്ട്. പിന്നെ വേറൊന്നും സർക്യൂട്ട് ഡിസൈൻ ഉണ്ട്. ഇത് എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ മാനുവലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ ജസ്റ്റ് സർക്യൂട്ട് വരക്കാനാണ്. സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷൻ അല്ല, സർക്യൂട്ട് ജസ്റ്റ് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫിഗർ, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം അല്ല, കുറച്ചുകൂടി അതിനകത്തുള്ള ട്രാൻസിസ്റ്റർ എന്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങളെ PCBനകത്ത് വരുന്ന ആ സർക്യൂട്ടിനെ ഒന്ന് വരയ്ക്കുക. മാനുവലായിട്ട് വരച്ചാലും കുഴപ്പമില്ല, കുറച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾ ഡിസൈൻ ചെയ്ത് വരച്ചാലും കുഴപ്പമില്ല. പിന്നെ അത്രയും ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കോഡ് ഡെവലപ്പ് ചെയ്യണം. അതിനകത്ത് മറ്റേ ഓഡിയാണെങ്കിൽ ഓടി, അല്ലെങ്കിൽ എംബഡ് ആണെങ്കിൽ എംബഡ് C, അപ്പോൾ ഏതാണോ കോഡ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഫിസിക്കൽ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്ട് ഡ്രില്ലൊക്കെ ചെയ്ത് സോൾഡറിങ് ഒക്കെ ചെയ്ത് അതിൻ്റെ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഫൈനൽ അതിൻ്റെ പ്രോഡക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ മാർച്ച് 31 വെച്ചിട്ട്, അപ്പോൾ അടുത്ത വീക്ക് വരുന്നത് 14-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ 14, പിന്നെ അതിൻ്റെ അടുത്തത് 21, പിന്നെ 28, അങ്ങനെ 7 ഡേയ്സ് ഓരോ വീക്ക് വെച്ചിട്ട് മാർച്ച് 31 വരെ നിങ്ങൾ സൈഡിൽ. ഇനിയിപ്പോൾ അടുത്ത വീക്ക് 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ ആഴ്ചകൾ മാർച്ച് 31 വരെ ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ആ ടൈം പീരീഡിനകത്ത് ഇത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുന്ന രൂപത്തിൽ ഇതിൻ്റെ ടൈം, ഇപ്പോൾ ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ജസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഡീറ്റെയിൽ സ്റ്റഡി നടത്താൻ നിങ്ങൾ 14-ാം തീയതി അല്ലെങ്കിൽ 21-ാം തീയതി ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് ചെയ്യും ഡീറ്റെയിൽ സ്റ്റഡി. ഫോർ എക്സാമ്പിളാണ്. ഇങ്ങനെ തന്നെ എല്ലാവരും ഇത് ഓരോരുത്തർക്ക് ഡിപ്പെൻഡ് ചെയ്യാം, ചേഞ്ചും ചെയ്യാം. പിന്നെ അതിന് പാരലായിട്ടാണ് ഇത് നിങ്ങൾ പർച്ചേസിങ് നടക്കുന്നുണ്ടെങ്കിൽ പർച്ചേസ് ഒരു വീക്കിന് ഉണ്ടാവില്ല, ഒരു വീക്ക് ധാരാളം. പിന്നെ അതിൻ്റെ കൂടെ സർക്യൂട്ടിൻ്റെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് മാർക്ക് ചെയ്ത് പോവുക. പിന്നെ കോഡ് ഡെവലപ്പ് ചെയ്യാൻ, അപ്പോൾ ഏത് സമയത്തും ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു എക്സാമ്പിളായി കാണിച്ചെന്നുള്ളൂ. ഇത് ഏത് ലെവലിലും വേണമെങ്കിൽ വരാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കാറ്റഗറി അനുസരിച്ചിട്ട് നിങ്ങൾ ഇതിനെ മാർക്ക് ചെയ്ത് പോവുക പറ്റുമെന്ന്. സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ ലാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കംപ്ലീറ്റ് കോഡ് സക്സസ്ഫുള്ളൊക്കെ റൺ ചെയ്തതിൻ്റെ ശേഷം പ്രോഡക്റ്റ് ഡിസൈനും സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷനും സക്സസ്ഫുൾ ആയതിൻ്റെ ശേഷം ചെയ്യാം. ജസ്റ്റ് നമ്മുടെ ഒരു സൈറ്റിൽ നിന്ന് എടുത്തതാണത്, പ്രൊജക്റ്റ് ടൈം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഓരോരുത്തർ ചെയ്യുന്ന ആ ഒരു സ്റ്റുഡൻ്റ് ആ ഒരു ആളും കൂടി പേര് വെച്ചിട്ടുണ്ട്, അത് വേണമെന്നില്ല, തൽക്കാലം വേണ്ട. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ടൈം പ്ലാൻ നെക്സ്റ്റ് മൺഡേ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഞാനൊരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഇടാം, അതിനായിട്ട് സബ്മിറ്റ് ചെയ്യാം. പിന്നെ വരുന്ന ഓരോ ആഴ്ചകളും, ഇപ്പോൾ അടുത്ത 14-ന് എന്ത് ചെയ്തു, അങ്ങനെ ഓരോരോ ആഴ്ചകളിലും ഇതിനകത്ത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഈ മാർക്ക് X മാർക്ക് ഇട്ടിട്ട് അടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. പിന്നെ 14-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ കംപ്ലീറ്റഡ് ആണെങ്കിൽ കംപ്ലീറ്റഡ്, അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഓരോന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് അതിൻ്റെ അപ്ഡേഷൻ ഓരോ വീക്കിലും ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഷീറ്റ് നെക്സ്റ്റ് മൺഡേ സബ്മിറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അതിൻ്റെ കൂടെ പ്രൊജക്റ്റ് ടൈറ്റിൽ, ലീഡർ പേര്, മെമ്പേഴ്സ്, ഇതൊക്കെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഫ്രൈഡേ, അതിൻ്റെ അടുത്ത ഫ്രൈഡേ ആഴ്ച ഒരു 5 മിനിറ്റ് PPT പ്രസൻറ്റ് ചെയ്യണം നിങ്ങളെ വർക്കിനെ കുറിച്ചിട്ടുള്ള. ഈ ഒരു ഷീറ്റ് X ഇങ്ങനെ ഈ മാർക്ക് ഇട്ടിട്ടുള്ള 31-ാം തീയതി വരെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്ക് 11-ാം തീയതി ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ ഇതിൻ്റെ പിക്ചർ ഇട്ടിട്ട് എന്തെങ്കിലും വോയിസ് ഇട്ടിട്ട് അതിൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക്സ് ടു ഓൾ.